ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖല്ലേ? പുറത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് അധികം എന്താ പറയാ, നമ്മളൊരു 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചൊരു സബ്ജക്റ്റ് അല്ല അല്ലെ നമ്മൾ ഈ ഒരു +1 പഠിക്കാനായിട്ട് പോകുന്നത്. തികച്ചും വ്യത്യസ്തമായൊരു സബ്ജക്റ്റ് ആണ്. ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് ടീച്ചർ കൈകാര്യം ചെയ്യുന്നത്. ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? എന്താണ് നമ്മളിപ്പോ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഇക്കണോമിക്കലി വയബിൾ, അല്ലെങ്കിൽ എന്താ പറയാ, ഇക്കണോമിക് ഡെവലപ്മെന്റ് വേണം നമ്മുടെ രാജ്യത്തിന്. അങ്ങനെയൊക്കെ ഒരു ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുറെയൊക്കെ. ഈ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്തായിരിക്കും അറിയോ ആർക്കെങ്കിലും? ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞു തരാം. ഇക്കണോമിക്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. നമ്മളെന്തിനാ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചൊക്കെ നമ്മൾ എന്തിനാ പഠിക്കണേ? അത് പഠിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണോ? അതെ, അതായത് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോ നമ്മുടെ പേപ്പറുകളിലൊക്കെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം കാണാം, അല്ലെങ്കിൽ ഇക്കണോമിക്സിന്റെ ഒക്കെ ഓരോ ഭാഗങ്ങൾ കാണാം അല്ലെ, ഓരോ ബിസിനസ് അങ്ങനത്തെ ഓരോന്നോരോന്നൊക്കെ. അപ്പൊ നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന്. ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ളതാണ്. അത് വളരെ സുഖമാണ് പഠിക്കാനായിട്ടും. നമുക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത്, ഇക്കണോമിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ടോപ്പിക്സ് ഒക്കെ നല്ലോണം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇക്കണോമിക്സിൽ. ഓക്കെ. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു കൊളോണിയൽ റൂളിന്റെ കീഴിൽ അവരിൽ നിന്നാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ബട്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇക്കണോമിക്കൽ ലെവൽ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതൊക്കെ മേഖലകളിൽ അവര് മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ഇന്ത്യ നേരിട്ടത്, അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് നമ്മുടെ ഇന്ത്യയുടെ സമ്പദ്ഘടന എങ്ങനെയായിരുന്നു, ഏതൊക്കെ മേഖലകളിലാണ് അത് അഫക്ട് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി, അതായത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയണം. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞു തരാം. Become familiar with the state of the Indian economy in 1947, the year of India's independence. അതായത് നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് നമ്മൾ ഇന്ത്യയുടെ ഇക്കോണമിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിചയപ്പെടുകയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ചെയ്യുന്നത്. Understand the factors that led to the underdevelopment and stagnation of the Indian economy. അതായത് നമ്മുടെ ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമീനെ സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ പറയാ, സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മുരടിപ്പ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയാണ് ഒരു മുരടിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റക്കായ അവസ്ഥയിലേക്ക് എത്തിയതും അതുപോലെ തന്നെ അണ്ടർ ഡെവലപ്മെന്റിലേക്ക് എത്തിയതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇന്ത്യന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് നമ്മൾ ആരുടെ കീഴിലായിരുന്നു? ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിന്റെ കീഴിലായിരുന്നു അല്ലെ? അപ്പൊ അവരുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു? The sole purpose of the British colonial rule in India was to reduce the country to being a raw material supplier for Great Britain's own rapidly expanding modern industrial base. അതായത് ഇതിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിന്റെ ഒരു സോൾ പർപ്പസ്, അതായത് അവരുടെ ഒരു ഏക ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ രാജ്യത്തെ റോ മെറ്റീരിയൽസ്, അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള, അവരുടെ ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു വ്യാവസായിക രീതി ഡെവലപ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാക്കി നമ്മുടെ ഇന്ത്യനെ മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട
ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചോദിച്ചാലും ഇപ്പൊ നമ്മുടെ എക്സാമിനായിക്കോട്ടെ, ഇപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് പറയണം നിങ്ങൾ. എന്ത് റോ മെറ്റീരിയൽസ് സപ്ലയർ, അതായത് നമ്മുടെ ഇന്ത്യനെ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദി കൊളോണിയൽ റൂൾ. എന്തായാലും നമ്മുടെ ഇപ്പൊ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ കൊളോണിയൽ റൂൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടത്ര പുരോഗതി ഒന്നും എന്തായാലും ലഭിച്ചിട്ടുണ്ടാവില്ല എന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞു അല്ലെ, അതായത് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ വിനിയോഗിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പൊ എങ്ങനത്തെ ഉള്ളൊരു ഡെവലപ്മെന്റ് ആയിരിക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടാവുക? ഒരു ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. അത് ഏതൊക്കെ മേഖലകളിലായിരിക്കും അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക? ടീച്ചർ ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ്? എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞ എല്ലാവരും. അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫോറിൻ ട്രേഡ്, ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ജനസംഖ്യാ സ്ഥിതി, ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്യുപ്പേഷണൽ നമ്മുടെ തൊഴിൽ സ്ഥിരതയിലുള്ള ഘടന. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഒന്ന് പറഞ്ഞ, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ പറഞ്ഞുതരാം. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പൊ ഈ മേഖലകളിലൊക്കെ കൊളോണിയൽ ഗവൺമെന്റിന്റെ ആധിപത്യം വന്നതോട് കൂടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ടും കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ ഹാഡ് ആൻ ഇൻഡിപെൻഡന്റ് ഇക്കോണമി ബിഫോർ ദി അഡ്വെന്റ് ഓഫ് ദി ബ്രിട്ടീഷ് റൂൾ. നമുക്ക് എല്ലാവർക്കും അറിയാലേ, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് വരുന്നതിന് മുൻപ് നമ്മുടെ ഇന്ത്യ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇക്കോണമി ആയിരുന്നു. ആരും ഒന്നിനും ആശ്രയിക്കേണ്ട, നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ആര് വരുന്നതിന് മുൻപ്? ബ്രിട്ടീഷ് റൂള് വരുന്നതിന് മുൻപ്. Agriculture was the main source of livelihood for most people and also had various kinds of manufacturing activities. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രധാന ലൈവ്ലിഹുഡ് എന്തായിരുന്നു എന്നാണ് പറയുന്നത്? എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു അവിടുത്തെ ജനങ്ങളുടെ പ്രധാന ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഹാഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. അവർക്ക് ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരുപാട് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസും കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യ വാസ് പെർട്ടിക്കുലർലി വെൽ നോൺ ഫോർ ദി ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത് അല്ലെ. ആ ഒരു മേഖലയിലും നമ്മുടെ ഇന്ത്യ വളരെ പ്രസിദ്ധമായിരുന്നു. ഏതൊക്കെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോട്ടൺ, സിൽക്ക് ടെക്സ്റ്റൈൽസ്, മെറ്റൽ ആൻഡ് പ്രഷ്യസ് സ്റ്റോൺ വർക്ക്സ് എക്സെട്ര. ടീച്ചർ അതിന്റെ കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഏതൊക്കെ മേഖലകളിലായിരുന്നു? ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു അഗ്രികൾച്ചറൽ സെക്ടർ ആയിരുന്നു ഇന്ത്യയിൽ, അതെ, അവരുടെ മെയിൻ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിലും ഇന്ത്യ ഫേമസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലും ഇന്ത്യ വളരെ ഫേമസ് ആയിരുന്നു. ഇനി കണ്ടോ, ഇതൊരു മാപ്പാണ് നമ്മുടെ ഇന്ത്യയില് കോട്ടൺ, വൂളൻ, സിൽക്ക് ടെക്സ്റ്റൈൽസ് ഇതൊക്കെ എവിടെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്ത് കിടന്നിരുന്നതിന്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മുടെ ഇന്ത്യയില് ഭൂരിഭാഗം സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടായിരുന്നു? ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസും കോട്ടൺ ടെക്സ്റ്റൈൽസും എല്ലാം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കണ്ടോ വേറെയും ചിത്രങ്ങൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് സ്റ്റോൺ, പ്രഷ്യസ് വർക്ക്സിന്റെ ഒക്കെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വളരെയേറെ പ്രസിദ്ധമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ്? കണ്ടോ ഓരോ പിക്ചേഴ്സും കണ്ടോ? സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള മാലകള്, അതുപോലെ തന്നെ എന്താണ് ഓരോ പോട്ടുകള് അതിലൊക്കെ പെയിന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സ്ത്രീ അവിടെ കണ്ടോ? കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഒരു സ്ത്രീ അവിടെ ഇങ്ങനെ പെയിന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഹാൻഡിക്രാഫ്റ്റ് മേഖലയിലും നമ്മുടെ ഇന്ത്യ വളരെ ഫേമസ് ആയിരുന്നു. It helps to India had enjoyed worldwide market because of the fine quality of materials used. അപ്പോൾ ഇന്ത്യ ഇത്രയ്ക്കും എന്താ പറയുക ഒരു വേൾഡ് വൈഡ് മാർക്കറ്റ് ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം എന്താണ്? വളരെ ഫൈൻ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതായത് വളരെ ഗുണമേന്മയുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരുന്നത്.
ഇപ്പൊ നമുക്കറിയാലേ, എന്താ പറയാ, അങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും, അങ്ങനത്തെ പ്രൊഡക്റ്റുകൾക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മളായാലും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ചീപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റി നോക്കും അല്ലേ. ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും നമ്മൾ എന്താണ് അതിന്റെ നോക്കുക, ക്വാളിറ്റിയാണ് നോക്കുക. ഇച്ചിരി വില കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും നമ്മുടെ പാരൻസ് ആയാലും അല്ലെ, നമ്മുടെ കസിൻസ് ഒക്കെ ആയാലും എൽഡർ കസിൻസ് ഒക്കെ ആയാലും വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും, അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, കുറച്ച് അധികം നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും എന്ത്, വേൾഡ് വൈഡ് മാർക്കറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് കാരണമാകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ വേൾഡ് വൈഡ് മാർക്കറ്റ് എൻജോയ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. The colonial government in India concerned more with the protection and promotion of the economic interest of their home country. അപ്പോഴേക്കും നമ്മുടെ കൊളോണിയൽ ഗവൺമെന്റ് വന്നു അല്ലേ. എല്ലാവർക്കും ടീച്ചർ പറയുന്നത് ഓഡിബിൾ അല്ലേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണില്ലേ? കുട്ടി കുട്ടി ചോദ്യങ്ങളൊക്കെ ചോദിക്കൂട്ടോ ടീച്ചർ. അപ്പൊ അതിനൊക്കെ ആൻസർ പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അപ്പൊ ഇപ്പൊ ക്ലാസ് നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ കൊളോണിയൽ ഗവൺമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു, അവരുടെ ഹോം കൺട്രിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, കൊളോണിയൽ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. Such policies brought a fundamental change, transforming the country into supplier of raw materials and consumer of finished ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഫ്രം ബ്രിട്ടൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലേ. അതായത് ഇത്തരത്തിലുള്ള പോളിസികളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇന്ത്യനെ ഒരു റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യനെ മാറ്റുക. അതായിരുന്നു എന്ത്, നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ. ഇത്തരത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ പല വ്യക്തികളും പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അതായത് എന്താ പറയാ, തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയിരുന്നു. പക്ഷെ അതിനൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. അത് ആരൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനൊരു ഇൻകൺസിസ്റ്റന്റ് റിസൾട്ടാണ് ലഭിച്ചത്, അതായത് ഒരു സ്ഥിരതയില്ലാത്തൊരു റിസൾട്ട്. അതായത് വലിയ റിസൾട്ട് ഒന്നും അതിന് കിട്ടിയില്ല നമുക്ക്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കോൺഫ്ലിക്റ്റുകളും ഒക്കെ നടത്തിയിട്ട്. അതിന് എന്താ പറയാ, നേതൃത്വം കൊടുത്തിരുന്നത് ആരൊക്കെയായിരുന്നു, നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, ആർ.വി. റാവു ആൻഡ് ആർ.സി. ദേശായി. ഈ വ്യക്തികളൊക്കെ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിൽ റാവുവിന്റെ ഒരു എസ്റ്റിമേഷൻ ആണ് എന്ത്, വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നിലനിന്നിരുന്നത്. അപ്പൊ ഈ ഒരു ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നതെന്ന് ടീച്ചർക്കൊന്ന് പറഞ്ഞു തരണം. ഓക്കെ. അഗ്രികൾച്ചറിലെ, അതായത് അവിടുത്തെ കർഷകർ കൃഷി ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പിക്ചർ കാണുമ്പോഴോ, ഇതും അഗ്രികൾച്ചർ സെക്ടറിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും, ഒരു എന്താ പറയാ, തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ പോലെയുള്ള ഒരാള് എല്ലാം ഒബ്സർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇല്ലേ. ഓക്കെ. അപ്പൊ ഇതാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഏത് സെക്ടറിനെ കുറിച്ചായിരിക്കും, അപ്പോ അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ടീച്ചർ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സെന്ററിൽ അഗ്രികൾച്ചർ സെക്ടറിനും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതായത് അഗ്രികൾച്ചറിലെ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ, അതായത് ഒരു വാണിജ്യവൽക്കരണം, അതെങ്ങനെയാണ് വന്നതെന്നുള്ളതും, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ലാൻഡ് സെറ്റിൽമെന്റ്, ജമീന്ദാരി സിസ്റ്റം, റവന്യൂ സെറ്റിൽമെന്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത്, അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ലാൻഡ് സെറ്റിൽമെന്റ്, ജമീന്ദാരി സിസ്റ്റം, റവന്യൂ സെറ്റിൽമെന്റ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇതിന് ഓരോന്നായിട്ട് സ്പെസിഫൈ ചെയ്ത് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നതാണ് കേട്ടോ. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദനക്ഷമത അല്ലെ, അതായത് എത്രത്തോളം ഉൽപാദനം നടത്തി എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലെ, നമ്മുടെ ഇന്ത്യസ് ഇക്കോണമി എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ഒരു അഗ്രേറിയൻ ആയിരുന്നു. പുള്ളി കൃഷിയായിരുന്നു എന്ത്, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടായിരുന്നത്, ജനങ്ങൾ ചെയ്തിരുന്നത്.
About 85% of the country's population lived mostly in villages. അല്ലേ, നമുക്കറിയാലേ, അതായത് ഒരു 1947 ബിഫോർ, അതിനൊക്കെ മുന്നേ എന്തായിരുന്നു, കൂടുതലും വില്ലേജുകളായിരുന്നു. അവിടെ ഏകദേശം 85% ഓഫ് ദി കൺട്രീസ് പോപ്പുലേഷൻ, നമ്മുടെ മൊത്തം ഒരു മുക്കാ ഭാഗത്തോളം ലീവ് ചെയ്തിരുന്നത് എവിടെയായിരുന്നു, വില്ലേജസിൽ ആയിരുന്നു. ലൈവ്ലിഹുഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം അഗ്രികൾച്ചർ, അതായത് ജനങ്ങള് ഡയറക്റ്റ് ആയിട്ടും, അതായത് നേരിട്ടും അല്ലാതെയും എന്തിനാണ് ആശ്രയിച്ചിരുന്നത്, അഗ്രികൾച്ചറിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. അഗ്രികൾച്ചർ സെക്ടർ കണ്ടിന്യൂ ടു എക്സ്പീരിയൻസ് സ്റ്റാഗ്നേഷൻ. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മുരടിപ്പ്, അതായത് സ്റ്റെക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ എത്തി. അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, അതായത് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ എത്തി. ആരുടെ കാലത്ത്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ. അതിന് മുൻപ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് വരുന്നതിന് മുൻപ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ വളരെ, എന്താ പറയുക, നമുക്ക് ആവശ്യത്തിന് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, അതായത് അഗ്രികൾച്ചറൽ ആയിട്ടുള്ള കാർഷിക ഉൽപാദനം നമുക്ക് ലഭിച്ചിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഒരു സ്റ്റാഗ്നേഷൻ ലെവലിലേക്ക് പോയി. Agricultural productivity became low, though the sector experienced some growth due to the expansion of aggregate under cultivation. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തു, അതായത് അതൊക്കെ എക്സ്പാൻഡ് ചെയ്തെങ്കിലും, പക്ഷേ നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ബിക്കെയും ലോ തന്നെയായിരുന്നു, വളരെ കുറവ് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഓക്കെ, അപ്പൊ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഏത് ലെവലായിരുന്നു, ലോ ആയിരുന്നോ അതോ ഹൈ ലെവലിലായിരുന്നോ പോയിരുന്നത്, ലോ ലെവലിലായിരുന്നു. അതായത് മൊത്തം കൃഷിഭൂമി എന്ന് പറയുന്നത്, കൃഷിഭൂമികൾ ഒരുപാടുണ്ടായിരുന്നു, അതിന്റെ അളവില് നല്ല വലുപ്പമോ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രൊഡക്ഷൻ അത് വളരെ കുറവായിരുന്നു. അതിന് കാരണം എന്താണ്, അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നേഷൻ ലെവലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. നിങ്ങൾ മുൻ ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂവുടമ സമ്പ്രദായങ്ങൾ എന്നാണ് അതിന്റെ മലയാളം മീനിങ്. നമ്മൾ പറഞ്ഞു നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഒരു സ്റ്റാഗ്നേഷൻ ലെവലിൽ എത്തിയെന്ന് പറഞ്ഞു. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു, ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആയിരുന്നു. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, അറിയില്ലേ നിങ്ങൾക്ക്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? യെസ്, നമ്മുടെ കൊളോണിയൽ ഗവൺമെന്റ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആണ് നമ്മുടെ കാർഷിക മേഖലയിൽ, അത് അഗ്രികൾച്ചറൽ സെക്ടറിൽ ഒരു സ്റ്റാഗ്നേഷൻ അതിന് കാരണമായത് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആയിരുന്നു. വേരിയസ് കൈൻഡ്സ് ഓഫ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 3 ഏരോ മാർക്ക് ഇട്ടിട്ട് ഒരു 3 പേരുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ, ഏതൊക്കെയാണ്, ജമീന്ദാരി സിസ്റ്റം, ടീച്ചറുടെ ഒപ്പം തന്നെ നിങ്ങൾ പറയണം കേട്ടോ, ജമീന്ദാരി സിസ്റ്റം, റയോത്വാരി സിസ്റ്റം, മഹൽവായ് സിസ്റ്റം. ഈ 3 സിസ്റ്റംസ് ആണ് പ്രധാനമായിട്ടും വേരിയസ് കൈൻഡ്സ് ഓഫ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതിൽ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത് ജമീന്ദാരി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു റൂളാണ്. ഇവിടെ മെയിൻ ആയിട്ടും കർഷകരെ നല്ല രീതിക്ക് താഴ്ത്തിക്കിട്ട, അവരെ മാക്സിമം ചൂഷണം ചെയ്യുക. അതായത് ഈ അവര് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങള് ഓരോ വ്യക്തികൾക്ക് കൊടുക്കും. എന്നിട്ട് അവരുടെ പ്രോഫിറ്റ് ഈ വ്യക്തികൾ വാങ്ങിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കർഷകർക്ക് ഒന്നും തന്നെ ലഭിക്കുന്നില്ല, അവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഏർണിങ്സും ലഭിക്കുന്നില്ല. അപ്പൊ ഓരോ ജമീന്ദാർമാരെയും ഓരോ റയത്വാരി വ്യക്തികളെയും ഒക്കെ അവിടെ നിയമിച്ച് അവരാണ് ഇന്റർമീഡിയറീസ്. ആരുടെ ഇടയില്, ഈ കർഷകരുടെയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് ഇവര് പ്രവർത്തിക്കും. എന്നിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നും കർഷകരുടെ കയ്യിൽ നിന്നും ഇവർ പൈസ വാങ്ങിക്കും. എന്നിട്ട് അത് നേരെ പോകുന്നത് ആരുടെ പക്കലേക്കാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ നിയമം വന്നതാണ് എന്ത്, നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഒരു സ്റ്റാഗ്നേഷൻ ലെവലിലേക്ക് പോവാനായിട്ടുണ്ടായ കാരണം. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നതെന്ന് ടീച്ചർക്ക് പറഞ്ഞു തരണം. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടായിരുന്നോ? അപ്പൊ മാക്സിമം ജമീന്ദാർസ് ഈ കർഷകരെ ചൂഷണം ചെയ്യാണ്.
എന്താ പറയാ അത്രയ്ക്കും ഇറിറ്റേറ്റ് ചെയ്യാണ് കർഷകരെ ഈ സെമീൻദാസ്. അതുപോലെ തന്നെ ഈ സെമീൻദാസ് ഈ ഇൻകം എവിടേക്കാണ് കൊണ്ടു കൊടുക്കുന്നത്? ട്രഷറിയിലേക്കാണ് ഇവർ ഈ പൈസകളും അല്ലെങ്കിൽ ഇവർക്ക് ലഭിക്കുന്ന പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? നിങ്ങൾക്ക് അതിന് മനസ്സിലായോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എന്താണ് ജമീന്ദാരി സിസ്റ്റം എന്നുള്ളതിനെ കുറിച്ച്? ദി സിസ്റ്റം വാസ് ഇംപ്ലിമെന്റഡ് ഇൻ ദി ബംഗാൾ പ്രസിഡൻസി. അതായത് ബംഗാൾ പ്രസിഡൻസിയിലാണ് എന്ത് ഈ ജമീന്ദാരി സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തത്, നടപ്പിലാക്കിയത്. പ്രോഫിറ്റ് ഫ്രം അഗ്രികൾച്ചർ സെക്ടർ വെന്റ് ടു ദി ജമീന്ദാസ്. അതായത് ഈ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് എവിടേക്കാണ് പോയിരുന്നത്? ജമീന്ദാസിന്റെ കയ്യിലേക്കാണ് പോയിരുന്നത്. Zamindars and colonial government did nothing to improve the condition of agriculture. അതായത് ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ ഇംപ്രൂവ്മെന്റിനെ അവർ ഇംപ്രൂവ് ചെയ്യണം, ഒരുപാട് മാറ്റങ്ങൾ വരണം, നല്ലൊരു അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ലഭിക്കണം അതിനെക്കുറിച്ചൊന്നും ഈ സെമീൻദാസോ അല്ലെങ്കിൽ കൊളോണിയൽ ഗവൺമെന്റോ അതിന് വേണ്ട എന്താ പറയാ തയ്യാറെടുപ്പുകളോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. Their main interest was only to collect rent from the cultivators. അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു? കൾട്ടിവേറ്റേഴ്സിൽ നിന്ന്, അതായത് കൃഷിക്കാരിൽ നിന്നും റെന്റ് കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇറ്റ് ഈസ് കോസ്ഡ് ഇമ്മൻസ് മിസറി ആൻഡ് സോഷ്യൽ ടെൻഷൻ എമംഗ് ദി ലാറ്റർ. ഇത് എന്ന് വെച്ചാൽ ഈ ജമീന്ദാർമാരുടെ ഇങ്ങനത്തെ ഉള്ള ഒരു പ്രവൃത്തി കാരണം വർദ്ധിച്ച തരത്തിലുള്ള പാട്ടഭാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇങ്ങനെ പാട്ടം കൊടുക്കല്, അതായത് ഇങ്ങനെ പൈസ ഇങ്ങനെ അല്ലെങ്കിൽ അവരുടെ റെന്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ഇത് ജനങ്ങളിൽ ഒരുപാട് കർഷകരില് അവരുടെ ജീവിതം ഒരുപാട് ദുസ്സഹമാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ സെമീന്ദാരി സിസ്റ്റത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. സെമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്തത് ബംഗാൾ പ്രസിഡൻസിയിലാണ്. അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഫ്രം അഗ്രികൾച്ചർ സെക്ടർ, അതായത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അവർ ഈ ഒരു അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടു കളക്ട് ദ റെന്റ്. ആരിൽ നിന്ന്? ഫ്രം ദി കൾട്ടിവേറ്റേഴ്സ്. ഓക്കെ, ജമീന്ദാരി സിസ്റ്റത്തിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ സെമീന്ദാസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ dates for depositing specified sum of revenue fixed, failing which the zemindars were go to lose their right. ഈ റവന്യൂ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും ജനങ്ങൾക്ക് ലഭിക്കുന്ന, ജനങ്ങളിൽ നിന്നും ഇവർ പൈസ മേടിക്കുന്നുണ്ട്. ഇനിയിപ്പോ കുറെ കർഷകർ പറയണം, അയ്യോ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങൾക്ക് ഇപ്പൊ തരാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാല് ഈ ജമീന്ദാർമാർക്ക് ആ ഭൂമിയിൽ യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരിക്കില്ല. അത് നേരിട്ട് അത് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ടായാലും പൈസ ആർക്ക് കൊടുക്കണം? ഗവൺമെന്റിന് കൊടുക്കണം. അല്ലാതെ അവർക്ക് സെമീന്ദാർമാർക്ക് അങ്ങനെ ഒരു കാര്യമേ ഇവിടെ ഇല്ല. അലിവ് തോന്നി അങ്ങനെ ഒന്നുമില്ല. ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ഗവൺമെന്റിന് കൊടുത്തില്ലെങ്കിൽ ജമീന്ദാസ് ഗോ ടു ദ ലോസ് ദെയർ റൈറ്റ്സ്. അവർക്ക് അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടും. എവിടെ? ഭൂമിയിലുള്ള ആ ഒരു എന്താ പറയാ ലാൻഡിൽ നിന്നുള്ള അവരുടെ അവകാശം നിഷേധിക്കപ്പെടും. ഓക്കെ, അപ്പോൾ റവന്യൂ സെറ്റിൽമെന്റിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്തായിരുന്നു? സെമീന്ദാരി സിസ്റ്റം. അതായത് അവർക്ക് നമ്മൾ പൈസ അവർക്ക് കൊടുത്തില്ലെങ്കിൽ, അതായത് ഈ കർഷകരുടെ നിന്ന് പൈസ അവർ പിരിച്ചു വാങ്ങിച്ചില്ലെങ്കിൽ ആ ലാൻഡിൽ നിന്നുള്ള അവകാശം സെമീന്ദാർമാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, അതാണ് റവന്യൂ സെറ്റിൽമെന്റിൽ ടീച്ചർ പറഞ്ഞിരുന്നത്. ഓക്കെ, പിന്നെ ടീച്ചർ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇപ്പൊ പിക്ചറുകൾ? ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചറുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഫസ്റ്റ് പിക്ചറിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? അവിടെ കീടനാശിനികൾ അടിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഒരു മെഷീൻ വെച്ച് പ്രൊഡക്ട്സ് എടുക്കുന്ന ഒരു ചിത്രമാണ്. അതായത് ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള രീതികളൊക്കെ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നു. നമ്മള് അതായത് ഈ കീടനാശിനികൾ അടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് കൃഷി മേഖലയില്. ഇല്ല അല്ലെ? നമ്മൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഓരോ ജൈവ വളങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കൃഷിയിലൊക്കെ ഇട്ടുകൊടുത്തിരുന്നത്. എന്നിട്ട് നമുക്ക് നല്ല പ്രൊഡക്ട്സ് ലഭിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പലതരത്തിലുള്ള കീടനാശിനികളും അതുപോലെ തന്നെ എന്താ പറയാ ഇപ്പൊ വെള്ളം വരെ കൃഷിഭൂമിയിലേക്ക് എത്തിക്കാനായിട്ട് തന്നെ വിവിധ തരത്തിലുള്ള മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ കൊയ്ത്തു മെഷീൻ, അതുപോലെ തന്നെ ഓരോ ഇതുകൾക്ക് പലതരത്തിലുള്ള മെഷീനുകൾ വരെ ഇന്ന് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എന്തിനാണ് സൂചിപ്പിക്കുന്നത്?
കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടറിന്റെ ഒരു വാണിജ്യവൽക്കരണത്തിനെയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് നമുക്കൊന്ന് നോക്കാം. Low level of technology, lack of irrigation facilities, and negligible use of fertilizers all added up to aggravate the plight of the farmers and contribute to the dismal level of agricultural productivity. അതായത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ടെക്നോളജി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മെഷീൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്, സാങ്കേതിക വിദ്യകൾ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതായത് ജലലഭ്യത അതിൻ്റെ ഒരു കുറവ്, അതുപോലെ തന്നെ ടെക്നോളജീസിൻ്റെ ഒരു കുറവ്, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉപയോഗക്കുറവ്, ഇതെല്ലാം നമ്മുടെ ഒരു കാർഷിക മേഖലയിൽ ഒരു ഡിസ്മൽ ലെവൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആണ് കൊണ്ടുവന്നത്. അതായത് വളരെ താഴ്ന്ന തരത്തിലുള്ള ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആണ് കൊണ്ടുവന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. So relatively higher yield of cash crops in certain areas of the country due to commercialization of agriculture. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മാറ്റങ്ങൾ, അതായത് ഇപ്പം എന്താ പറയുക, നമ്മൾ പണ്ട് കാലത്തൊക്കെ കൃഷിഭൂമിയിലൊന്നും ഇത്തരത്തിലുള്ള ടെക്നോളജീസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. അപ്പം നമുക്ക് വേണ്ടത്ര പ്രൊഡക്ഷൻ നമുക്ക് ലഭിച്ചിരുന്നില്ല അല്ലേ. അതായത് ഇപ്പം എന്താ പറയുക, പലതരത്തിലുള്ള ഇപ്പം നമുക്കറിയാമല്ലേ, പലതരത്തിലുള്ള രാസവളങ്ങളും എല്ലാം ഉപയോഗിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, പെട്ടെന്ന് നമുക്ക് പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ കൂടുതൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ നല്ലൊരു കാര്യമാണോ നമ്മൾ കൃഷിയിലും കാര്യങ്ങളിലും എല്ലാം കീടനാശിനികൾ അടിക്കുന്നതൊക്കെ ആണോ, നല്ലതാണോ? അല്ല അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ, അതായത് ടെക്നോളജിയിലും വേണ്ടത്ര മാറ്റങ്ങൾ, അതായത് ഒരു ടെക്നോളജിയും ലോ ലെവലായി, അതുപോലെ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസിലും വേണ്ടത്ര മാറ്റങ്ങളോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാതെ ഒക്കെ വന്നപ്പോൾ നമ്മുടെ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വളരെ ലോ ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിൽ ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നാണ്യവിളകള്. അപ്പൊ അങ്ങനത്തെ വളരെ നാണ്യവിളകള് നമ്മുടെ കൃഷിഭൂമികളിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതൊരു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആയിട്ട് മാറി. വേറൊരു കാര്യം കൂടി ടീച്ചർ ചോദിക്കട്ടെ, ഈ നാണ്യവിളകൾ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നാണ്യവിളകൾ, ഏതൊക്കെയാണ് പഠിച്ചിട്ടുണ്ടോ നിങ്ങള് ചെറിയ ക്ലാസ്സുകളിൽ? ഓക്കെ, അതായത് ഈ ക്യാഷ് ക്രോപ്സ് എന്തിനാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് എന്താ പറയാ ഒരുപാട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുരുമുളകൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് എന്താ പറയാ ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ നമ്മുടെ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ തീർക്കാനല്ല നമ്മൾ അവിടെ എന്താ പറയാ കൃഷി ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് കുരുമുളക്, ഏലം, അതുപോലുള്ളതൊക്കെയാണ് എന്ത് ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വഴിയായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ആയി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഫാമേഴ്സ് ഇൻ ഇംപ്രൂവിങ് ദെയർ ഇക്കണോമിക് കണ്ടീഷൻ. അവരുടെ ഇക്കണോമിക് കണ്ടീഷൻ, അവരുടെ എന്താ പറയുക, ഒരു ഇക്കണോമിക്കലി ഒരു എന്താ പറയാ ഒരു അവർക്ക് കുറച്ച് ക്യാഷ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കാര്യം സാധിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ കൃഷി മേഖലയ്ക്ക് വളരെയേറെ പ്രത്യാഘാതങ്ങൾ, വളരെയേറെ ദോഷമാണ് ഉണ്ടാക്കിയതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിലേക്ക് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ വന്നതെന്ന് പറയുന്നത് മെയിൻ ആയിട്ടും നമ്മുടെ ഡിസ്മൽ ലെവൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി സംഭവിച്ചത് കൊണ്ടാണ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയിൽ വേണ്ടത്ര ഒരു എന്താ പറയാ ഒരു വേണ്ടത്ര പുരോഗമനം, ഒരു പ്രോഗ്രസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. എന്തിൻ്റെ ഒക്കെ കുറവ് മൂലം? നല്ല ലോ ലെവൽ ഓഫ് ടെക്നോളജി, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഇത് വഴിയായിട്ട് നമ്മുടെ ഡിസ്മൽ ലെവൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വേണ്ടത്ര ഒരു വരുമാനം അല്ലെങ്കിൽ വേണ്ടത്ര ഒരു ഇൻകം കർഷകർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ കർഷകർ എന്തിലേക്ക് തിരിഞ്ഞു? ക്യാഷ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് തിരിഞ്ഞു. അങ്ങനെ നമ്മുടെ അഗ്രികൾച്ചർ ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ആയി. അതായത് നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനല്ല നോക്കിയത്, നമ്മുടെ അഗ്രികൾച്ചറിനെ ഒരു വാണിജ്യവൽക്കൃതമായിട്ട് മാറ്റിയെടുത്തു. ഇത് കർഷകരിൽ ഒരു ഇക്കണോമിക് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ നൗ ദേ ആർ പ്രൊഡ്യൂസിങ് ക്യാഷ് ക്രോപ്സ്. അങ്ങനെ ഒരു ക്യാഷ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പൊ ഇതാണ് ഒരു അഗ്രികൾച്ചർ സെക്ടറിനെ ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ആക്കിയതിനുള്ള കാരണങ്ങൾ.
ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? അതുപോലെ ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്കും വേറെ കുറച്ച് ചിത്രങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതുപോലത്തെ പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് അതിലെന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെയും ടീച്ചർ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 2 ചിത്രങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫസ്റ്റത്തെ പിക്ചറിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു ഇൻഡസ്ട്രിയൽ സെക്ടറിനെ സൂചിപ്പിക്കുന്നതെന്നാണെന്ന് മനസ്സിലായല്ലേ? അപ്പൊ ഇതിൽ രണ്ടാമത്തെ ചിത്രം എന്താണ് പറയപ്പെടുന്നതെന്ന് വെച്ചാല് സിഗരറ്റ് കമ്പനിയാണ്. ഒരു സിഗരറ്റ് കമ്പനിയിൽ അവിടുത്തെ ജനങ്ങള് സിഗരറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയുടെ ചിത്രമാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ, നമ്മുടെ ഒരു വ്യാവസായിക മേഖല എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ടീച്ചർ ഇത് കഴിയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. ഇന്ത്യ കുഡ് നോട്ട് ഡെവലപ്പ് എ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് അണ്ടർ ദി കൊളോണിയൽ റൂൾ. അതായത് കൊളോണിയൽ റൂളില് നമ്മുടെ ഇന്ത്യക്ക് ഒരു ഇൻഡസ്ട്രിയൽ ബേസ്, ഒരു വ്യാവസായികമായിട്ടുള്ള ഒരു ബേസ്, ഒരു അടിത്തറ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഓൾസോ ഡിക്ലൈൻഡ്. ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്നാ ടീച്ചർ പറഞ്ഞത്? കരകൗശല മേഖലയിലും വലിയ പുരോഗതി ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിച്ചില്ല. The primary motive was systematically de-industrializing India. അതായത് ഇന്ത്യനെ ഒരു ഇൻഡസ്ട്രിയലൈസിങ് ആക്കുക, അതായത് വാണിജ്യവൽക്കരണം നടത്താൻ, വ്യവസായവൽക്കരണം നടത്താം. അതായിരുന്നു എന്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത്. എന്തില്? ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരു ഇൻഡസ്ട്രിയലൈസിങ് ആക്കിയിട്ട് ഇന്ത്യനെ മാറ്റുക, വാണിജ്യവൽകൃതമാക്കുക എന്ത് നമ്മുടെ ഇന്ത്യനെ. സോ അതിന് പ്രധാനമായിട്ടും 2 മോട്ടീവ്സ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിന് അല്ലെങ്കിൽ കൊളോണിയൽ റൂളിന് 2 മോട്ടീവ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ മോട്ടീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തായിരുന്നു? ടു റെഡ്യൂസ് ഇന്ത്യ ടു ദി സ്റ്റാറ്റസ് ഓഫ് എ മിയർ എക്സ്പോർട്ടർ ഓഫ് ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയൽസ് ഫോർ ദി അപ്കമിങ് മോഡേൺ ഇൻഡസ്ട്രീസ് ഇൻ ബ്രിട്ടൻ. അതായത് നമ്മുടെ ബ്രിട്ടനിലേക്കുള്ള, അതായത് ബ്രിട്ടന്റെ ഒരു ഇൻഡസ്ട്രിയൽ ലെവല്, അതായത് ഇൻഡസ്ട്രീസിനൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിനെ ഒരു റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ മോട്ടീവ് എന്താന്ന് നോക്കിയാലോ? To turn India into a sprawling market for the finished products of those industries so that their continued expansion could be ensured to the maximum advantage of their home country Britain. അതായത് സ്പ്രൗളിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു വിശാല കമ്പോളമാക്കി മാറ്റുക. അതായത് അവരുടെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന്റെ ഒരു വിശാല അതായത് അവരുടെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് അത് വിൽക്കാനായിട്ടുള്ള ഒരു രാജ്യമാക്കിയിട്ട് ഇന്ത്യനെ മാറ്റുക. അപ്പൊ എന്താണ്? അവരുടെ ഹോം കൺട്രി ഒരുപാട് എക്സ്പാൻഡ് ആവും. അപ്പൊ അത് അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ആർക്കുണ്ടായിരുന്നു? ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉണ്ടായിരുന്നു. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഒരു ഇൻഡസ്ട്രിയലൈസിങ് ആക്കി മാറ്റുക എന്നതായിരുന്നു ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊളോണിയൽ പീരീഡിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല. പ്രധാനപ്പെട്ട 2 ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒന്ന്, എക്സ്പോർട്ടർ ഓഫ് ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയൽസ്, നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക, അതായത് എക്സ്പോർട്ട് ചെയ്യുക, റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുക. എവിടേക്ക്? ബ്രിട്ടനിലേക്ക്. അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മോഡേൺ ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ടു ടേൺ ഇന്ത്യ ഇൻടു എ സ്പ്രൗളിംഗ് മാർക്കറ്റ്, അതായത് ഒരു സ്പ്രൗളിംഗ് മാർക്കറ്റ്, അതായത് വിശാല കമ്പോളമാക്കി മാറ്റുക അവരുടെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. അതിനു വേണ്ടിയിട്ടും ഇന്ത്യനെ മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ച് മനസ്സിലായോ?
സ്പ്രൗളിംഗ് മാർക്കറ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യനെ മാറ്റിയെടുക്കാം. വെരി ഗുഡ് ട്ടോ. അപ്പൊ ഈ രണ്ട് മോട്ടീവ്സ് ആയിരുന്നു നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഉണ്ടായിരുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടറിൽ തന്നെ നമ്മൾ പറഞ്ഞൂലേ, ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഒരുപാട് ഡിക്ലൈൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഹാൻഡിക്രാഫ്റ്റ്, അതായത് കരകൗശല വ്യവസായങ്ങളൊക്കെ അത് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്യാനായിട്ടുള്ള കാരണം എന്തായിരുന്നു? ഒരുപാട് വ്യവസായങ്ങൾ അല്ലെങ്കിൽ വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ ഈ കരകൗശല മേഖല ഡൗൺ ആയി. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഒരുപാട് ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഒരു മാസീവ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യയിൽ രൂപം കൊണ്ടു. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാല് തൊഴിൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വന്നു. ഏത് മേഖലയിൽ? ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൽ. സോ എ ന്യൂ ഡിമാൻഡ് ഇൻ ഇന്ത്യൻ കൺസ്യൂമർ മാർക്കറ്റ് വിച്ച് വാസ് നൗ ഡിപ്രീവ്ഡ് ഓഫ് ദ സപ്ലൈ ഓഫ് ലോക്കലി മെയ്ഡ് ഗുഡ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ലോക്കലി മെയ്ഡ് ഗുഡ്സ് ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ പ്രാധാന്യം കുറഞ്ഞു, അല്ലെങ്കിൽ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറഞ്ഞു. ലോക്കലി മെയ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലോക്കലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ, ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ ഡിക്ലൈൻ ചെയ്തപ്പോൾ ഈ ലോക്കലി മെയ്ഡ്, അതായത് നമുക്ക് വീട്ടാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ബേസിക് നീഡ്സിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഒക്കെ അവിടെ പ്രാധാന്യം, അതൊക്കെ എന്താ പറയാ വിൽക്കലും കാര്യങ്ങളെല്ലാം അവിടെ കുറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നറിയോ? അവരുടെ ചീപ്പായിട്ടുള്ള മാനുഫാക്ചറിങ് ഗുഡ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറക്കി, എന്നിട്ട് അത് വിറ്റു. അപ്പൊ അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് അതിൽ നിന്നും ലഭിച്ചു. ദിസ് ഡിമാൻഡ് വാസ് പ്രോഫിറ്റബിളി മെറ്റ് ബൈ ദി ഇൻക്രീസിംഗ് ഇമ്പോർട്ട്സ് ഓഫ് ചീപ്പ് മാനുഫാക്ചർ ഗുഡ്സ് ഫ്രം ബ്രിട്ടൻ. അപ്പൊ ബ്രിട്ടൻകാരപ്പൊ അതിന്റെ ഇടയിൽ എന്ത് കളിച്ചു? അവരുടെ ചീപ്പായിട്ടുള്ള മാനുഫാക്ചറിങ് ഗുഡ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറക്കി. അതിൽ നിന്നും ആർക്കാണ് അപ്പോൾ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവുക? ബ്രിട്ടീഷ് ഗവൺമെന്റിന് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ലഭിച്ചു. During the second half of the 19th century, modern industry began to take root in India, but its progress remained very slow. നമ്മൾ പറഞ്ഞൂലേ, അതായത് ഒരു 19th സെഞ്ച്വറിയിൽ, ഒരു 19ാം നൂറ്റാണ്ടില് നമ്മുടെ ഇന്ത്യയിൽ മോഡേൺ ഇൻഡസ്ട്രീസ് ഒക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അതിന്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത്, അതിന്റെ പുരോഗതി എന്ന് പറയുന്നത് വളരെ ലോ ലെവലിലായിരുന്നു, വളരെ പതുക്കെ സ്ലോ ലെവലിലായിരുന്നു അതിന്റെ ഉയർച്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഒന്ന്, ഇൻഡസ്ട്രിയൽ സെക്ടർ വളരെ എന്താ പറയാ ഒരു നല്ലൊരു ബേസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞു. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻ ചെയ്തു എന്ന് പറഞ്ഞു. മെയിൻ ആയിട്ടുള്ളൊരു മോട്ടീവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട രണ്ട് മോട്ടീവ്സും നമ്മൾ പഠിച്ചു എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻ ചെയ്തപ്പോൾ ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. അതുവഴിയായിട്ട് അവരുടെ സപ്ലൈ ഓഫ് ലോക്കലി മെയ്ഡ് ഗുഡ്സ് ഒക്കെ അവിടെ ഡിപ്രീവ്ഡ് ആയി. അതുപോലെ തന്നെ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഇൻക്രീസിങ് ഇമ്പോർട്ട്സ് ഓഫ് ചീപ്പ് മാനുഫാക്ചർഡ് ഗുഡ്സ് ഫ്രം ബ്രിട്ടൻ. അപ്പോൾ ഇങ്ങനെ അതായത് അവരുടെ ചീപ്പായിട്ടുള്ള മാനുഫാക്ചറിങ് ഗുഡ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇൻഡസ്ട്രീസ് ഒക്കെ ബിഗാൻ ചെയ്തു, എന്താ പറയാ തുടക്കം കുറിച്ചു. പക്ഷെ അതിന്റെ ഒരു എന്താ പറയാ പ്രോഗ്രസ് എന്ന് പറയുന്നത് വളരെ വളരെ സ്ലോ ആയിരുന്നു. ഓക്കെ, മനസ്സിലായോ ടീച്ചർ പറഞ്ഞത് എന്തൊക്കെയാന്നുള്ളത്? ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ മുൻപത്തെ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചായിരുന്നു, നമ്മുടെ കോട്ടൺ അതുപോലെ ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഡെവലപ്മെന്റും ഒരുപാട് ഉയർന്നു വന്നു. മെയിൻ ആയിട്ടും നമ്മുടെ കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസിന്റെ ഡൊമിനേഷൻ നമ്മുടെ ഇന്ത്യൻസിനായിരുന്നു. മെയിൻ ആയിട്ട് അത് ലൊക്കേറ്റ് ചെയ്തിരുന്നത് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്തിലായിരുന്നു. എവിടെയൊക്കെയാണ് മെയിൻ ആയിട്ടും അത് ലൊക്കേറ്റ് ചെയ്തിരുന്നത്? ഓക്കെ, അപ്പൊ അത് മെയിൻ ആയിട്ടും ലൊക്കേറ്റ് ചെയ്തിരുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ആയിരുന്നു. ജൂട്ട് മിൽസ് എവിടെയാണ് ഡോമിനേറ്റ് ചെയ്തിരുന്നത്? ഫോറിനേഴ്സ് ആണ് അത് ഡോമിനേറ്റ് ചെയ്തിരുന്നത്. വെർ മെയിൻലി ഇൻ ബംഗാൾ. മെയിൻ ആയിട്ടും ലൊക്കേറ്റ് ചെയ്തിരുന്നത് ബംഗാളിലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്തായിരുന്നു? കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ് എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിരുന്നത് എന്നുള്ളത്. കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസിന്റെ ഡൊമിനേഷൻ ആർക്കായിരുന്നു? ഇന്ത്യൻസിനായിരുന്നു. മെയിൻലി ലൊക്കേറ്റ് ചെയ്തിരുന്നത് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ഓക്കെ, ഇനി ജൂട്ട് മിൽസോ ഡൊമിനേറ്റ് ചെയ്തിരുന്നത് ആരായിരുന്നു? ആധിപത്യം ആർക്കായിരുന്നു? ഫോറിനേഴ്സ് ആയിരുന്നു. മെയിൻലി ലൊക്കേറ്റ് ചെയ്തിരുന്നത് ബംഗാളിലായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് വന്നു എന്നുള്ളത്. ഓക്കെ, ഇൻ 20th സെഞ്ച്വറി അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കെയിം.
മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ദ ടാറ്റ അയോൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ എന്ന് പറയും. വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ 1907. 1907 ഇത് സ്ഥാപിതമായത്. ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഏത് ഈ എന്താ പറയുക ഏത് സെഞ്ചുറീസിലാണ്? 20th സെഞ്ചുറിയിലാണ്. ഓക്കെ, 20th സെഞ്ചുറിയിലാണ് എന്ത് നമ്മുടെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് വന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്? ഇവിടെ വരെ ടീച്ചർ ഒന്നും കൂടി ചോദിക്കട്ടെ, ഏതൊക്കെ മേഖലകൾ നമ്മൾ കവർ ചെയ്തു? നമുക്കൊന്നും കൂടി നോക്കി നോക്കാം. കുറെ ആയപ്പോ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ 2 മോട്ടീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഏത് മേഖല? കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസിൽ അത് എവിടെയൊക്കെയാണ് സ്ഥാപിതമായത് എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസും നമ്മുടെ ഇന്ത്യയിൽ വന്നു. അത് ഏതാണ്? പ്രധാനപ്പെട്ട ഒരു ടിസ്കോ എന്ന് പറയുന്ന ഒരു കമ്പനി. അത് 1907 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തൊരു മേഖലയാണ് ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ തന്നെ വരുന്ന ഒരു മേഖലയാണ് എന്ത്? ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ. Means industries which can produce machine tools which are in turn used for producing articles for current consumption. അതായത് മെയിൻ ആയിട്ടും ഈ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ യന്ത്ര സാമഗ്രികളൊക്കെ നിർമ്മിക്കാനായിട്ട് അത് ഉൽപാദനത്തിന് ആവശ്യം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം, അത് നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യന്ത്ര സാമഗ്രികൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളെയാണ് നമ്മൾ എന്ത് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സിന്റെ എക്സാമ്പിൾസ്: മെഷീനറി, ടൂൾസ്, വെഹിക്കിൾസ്, കമ്പ്യൂട്ടേഴ്സ്, ഓഫീസസ്. ഇതൊക്കെയാണ് എന്ത് ക്യാപിറ്റൽ ഗുഡ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. മെഷീനറീസ്, അതായത് നമുക്ക് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ. ഓക്കെ, അത് നിർമ്മിക്കുന്ന വ്യവസായങ്ങളെയാണ് എന്ത് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്നുള്ളത്? അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കണം. ഇപ്പൊ നമുക്കൊരു മിൽക്ക് എടുക്കാം, മിൽക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ അതിന് നമുക്ക് മിൽക്ക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മിൽക്ക് പാക്കറ്റുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കണം. നമുക്കിപ്പോ മറ്റേ മണ്ണുത്തിയിലൊക്കെ പോയാല് നമുക്ക് കാണാനായിട്ട് സാധിക്കും പാലുൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്ന യന്ത്രങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടീച്ചർക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വന്ന ഒരു എക്സാമ്പിൾ ആട്ടാ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഈ പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യന്ത്രങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ മെയ്ഡ് ചെയ്യുന്ന വ്യവസായങ്ങളാണ് നമ്മൾ എന്ത് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? അങ്ങനെ യന്ത്ര സാമഗ്രികൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളാണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. മെഷീനറീസ്, പലതരത്തിലുള്ള മെഷീനറീസ് നിർമ്മിക്കുക, അതുപോലെ ടൂൾസ് നിർമ്മിക്കുക, വെഹിക്കിൾസ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? There was hardly any capital goods industry to help promote further the industrialization in India. അതായത് ഇത്തരത്തിലുള്ള ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഒന്നും നമ്മുടെ ഇന്ത്യയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ചില വ്യവസായങ്ങളൊക്കെ ആരംഭിച്ചെങ്കിലും എന്താ പറയാ വേണ്ടത്ര ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഈ ഒരു മേഖലയിൽ അധികം അങ്ങനെ കാണാനായിട്ട് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. The growth rate of the new industry sector, its contribution to the GDP remained very small ആയിരുന്നു. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ളൊരു പ്രൊഡക്ഷൻ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ GDP മൊത്തം നമ്മുടെ രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഒരു അഗ്രിഗേറ്റ് എന്ന് നമുക്ക് പറയാം. അതെന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്തിനുള്ള അതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ഏതൊക്കെ മേഖലകളെ കുറിച്ചാണ് പഠിച്ചത്? ഒന്ന് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിന്റെ കാര്യങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് മേഖലയിലുള്ളത് പഠിച്ചു, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് വന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ വരുന്ന മറ്റൊരു
ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അതായത് ഈ പുതിയ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന്റെ ഒരു ഡ്രോബാക്ക് എന്തായിരുന്നു നമുക്ക് നോക്കാം. ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ. അതായത് പബ്ലിക് സെക്ടറിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഓക്കെ, ഏതൊക്കെ മേഖലകളായിരുന്നു അത് ചുരുങ്ങിയത്? ഏതൊക്കെ മേഖലകളിലേക്ക് ഒതുങ്ങിപ്പോയി നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്? റെയിൽവേസ്, പവർ ജനറേഷൻ, കമ്മ്യൂണിക്കേഷൻസ്, പോർട്സ്, അതർ ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ്സ്. ഏതൊക്കെയായിരുന്നു? റെയിൽവേ, അതുപോലെ തന്നെ വൈദ്യുതി ഉൽപാദനം, തുറമുഖം, വാർത്താവിനിമയം എന്നിവയിൽ നമ്മുടെ എന്താ പറയുക ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ അങ്ങോട്ട് ഒതുങ്ങിപ്പോയി. വല്ലാണ്ട് അങ്ങോട്ട് വ്യാപിച്ചില്ല നമ്മുടെ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഈ ഒരു മേഖലകളിൽ മാത്രമായിട്ട് അങ്ങോട്ട് ഒതുങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? സെക്ടർ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതിന്റെ ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ ടീച്ചർ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഇതിനെക്കുറിച്ച് അടുത്ത സെക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ.